എല്ലാവർക്കും LDC പോയിന്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ധാതു വിഭവങ്ങളെക്കുറിച്ചാണ്. ഊർജോൽപാദനത്തിനായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫോസിൽ ഇന്ധനമാണ് കൽക്കരി. ഊർജത്തിൻ്റെ ഉൽപാദനത്തിനായി ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഫോസിൽ ഇന്ധനം കൽക്കരി. കൽക്കരി ഒരു അവസാദ ശിലയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണപ്പാടം ദിഗ്ബോയ്. അസമിലെ ദിഗ്ബോയ് ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണപ്പാടം. ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ. ഏറ്റവും പഴക്കമേറിയത് ദിഗ്ബോയ്. ഇത് മുമ്പ് PSC ക്വസ്റ്റ്യൻ എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണപ്പാടം ഏതാണെന്ന ക്വസ്റ്റ്യൻ ദിഗ്ബോയ്, അസം. അതേസമയം ഏറ്റവും വലുത് മുംബൈ ഹൈ. കേരളത്തിലെ എണ്ണ ശുദ്ധീകരണശാല കൊച്ചിയിലെ അമ്പലമുകളിലാണ്. കേരളത്തിലെ എണ്ണ ശുദ്ധീകരണശാല അമ്പലമുകൾ, കൊച്ചി. ഏറ്റവും അധികം പ്രകൃതിവാതക നിക്ഷേപമുള്ള ഇന്ത്യൻ പ്രദേശങ്ങൾ ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, അസം, ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ഏറ്റവും അധികം പ്രകൃതിവാതക നിക്ഷേപമുള്ള ഇന്ത്യൻ പ്രദേശങ്ങളാണ് ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, അസം, ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ആധുനിക സംസ്കാരത്തിന് നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഇരുമ്പാണ്. ഇരുമ്പ് ആണ് ആധുനിക സംസ്കാരത്തിന് നട്ടെല്ലായിട്ട് അറിയപ്പെടുന്നത്. ലോകത്തിലെ ഇരുമ്പയിര് നിക്ഷേപത്തിൻ്റെ 20% ഇന്ത്യയിലാണ്. ലോകത്തിലെ ഇരുമ്പയിര് നിക്ഷേപത്തിൻ്റെ 20% ഇന്ത്യയിലാണ്. മർമഗോവ തുറമുഖത്ത് നിന്നാണ് കൂടുതലായി ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത്. ഗോവയിലെ മർമഗോവ തുറമുഖത്ത് നിന്നാണ് ഏറ്റവും അധികം ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത്. മാംഗനീസ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ മുഖ്യ അസംസ്കൃത വസ്തുവാണ് മാംഗനീസ്. മാംഗനീസ് ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനം ഒഡീഷയ്ക്കാണ്. ബോക്സൈറ്റ്. അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. ഒഡീഷയിലെ കലഹന്ദിയിലാണ് ബോക്സൈറ്റ് ഏറ്റവും അധികം കാണപ്പെടുന്നത്. ചെമ്പ്. രാജസ്ഥാനിലെ ഖേത്രിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പ് ഖനി. രാജസ്ഥാനിലെ ഖേത്രി ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പ് ഖനിയാണ്. സിംഗ്ഭം, ജാർഖണ്ഡിലെ സിംഗ്ഭം, ജൻജൻ, അൻമാർ എന്നീ ജില്ലകൾ. രാജസ്ഥാനിലെ ജൻജൻ, അൻമാർ, ചിത്രദുർഗ എന്നിവിടങ്ങളിലും ചെമ്പ് ഖനികളുണ്ട്. ഗുൽബർഗ, കർണാടകത്തിലെ ഗുൽബർഗ, ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ, മധ്യപ്രദേശിലെ ബാലഘട്ട എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന ചെമ്പ് ഖനന കേന്ദ്രങ്ങൾ. സ്വർണം. ലോഹങ്ങളുടെ രാജാവാണ് സ്വർണം. കർണാടകം, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് കൂടുതലായിട്ട് സ്വർണ്ണ ഖനികളുള്ളത്. കോലാർ, ഹൂട്ടി. കർണാടകത്തിലെ കോലാർ, ഹൂട്ടി എന്നീ സ്ഥലങ്ങളിലും ആന്ധ്രയിലെ രാമഗിരിയിലും സ്വർണ്ണ ഖനികളുണ്ട്. അഭ്രം അഥവാ മൈക്ക. ഇലക്ട്രിക്കൽ വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന ഒരു അസംസ്കൃത വസ്തുവാണ് അഭ്രം അഥവാ മൈക്ക. ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് അഭ്രം ധാരാളമായി കാണപ്പെടുന്നത്. ചുണ്ണാമ്പ് കല്ല്. സിമൻറ്റ് വ്യവസായത്തിന് ഉപയോഗിക്കുന്ന ചുണ്ണാമ്പ് കല്ല് മധ്യപ്രദേശിലാണ് ലഭിക്കുന്നത്. ഉപ്പ്. റാൻ ഓഫ് കച്ചിൽ നിന്നാണ് ഉപ്പ് ലഭിക്കുന്നത്. കല്ലുപ്പ് ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിൽ നിന്നും. പ്ലാസ്റ്റർ ഓഫ് പാരീസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ജിപ്സം രാജസ്ഥാൻ, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിക്കുന്നു. ഇന്ത്യയിലെ ഏക വജ്രഖനിയാണ് പന്ന. മധ്യപ്രദേശിലെ പന്നയാണ് ഇന്ത്യയിലെ ഏക വജ്രഖനി. ആണവധാതുക്കൾ. യുറേനിയം, തോറിയം, ഇൽമനൈറ്റ്, സിർക്കോൺ എന്നിവയാണ് ആണവധാതുക്കൾ. സിംഗ്ഭം. ജാർഖണ്ഡിലെ സിംഗ്ഭം, രാജസ്ഥാനിലെ രോഹിൽ, മേഘാലയയിലെ മഹാദേക്, ആന്ധ്രാപ്രദേശിലെ തുമ്മലപ്പള്ളി, ശ്രീശൈലം എന്നീ പ്രദേശങ്ങളിൽ നിന്നാണ് ആണവധാതുക്കൾ ധാരാളമുള്ളത്. ജാർഖണ്ഡിലെ ജാദുഗുഡയിലാണ് ഇന്ത്യയിൽ ആദ്യമായി യുറേനിയം ഖനി കണ്ടെത്തിയത്. ജാർഖണ്ഡിലെ ജാദുഗുഡ. കേരളത്തിലെ ധാതുക്കൾ. ഇൽമനൈറ്റ്, മോണോസൈറ്റ്, സിലിക്കൺ, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്, സിലിക്ക, സ്വർണം, രത്നം എന്നിവയാണ് കേരളത്തിൽ കാണപ്പെടുന്ന ധാതുക്കൾ. ഇൽമനൈറ്റ്, മോണോസൈറ്റ്, സിലിക്കൺ, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്, സിലിക്ക, സ്വർണം, രത്നം. ചവറ, നീണ്ടകര എന്നീ സ്ഥലങ്ങളിൽ ഇൽമനൈറ്റ്, മോണോസൈറ്റ്, സിലിക്കൺ എന്നിവ കാണപ്പെടുന്നുണ്ട്. ഇൽമനൈറ്റ്, മോണോസൈറ്റ്, സിലിക്കൺ എന്നിവ കാണപ്പെടുന്നത് ചവറ, നീണ്ടകര പ്രദേശങ്ങളിലാണ്. ചേർത്തലയിൽ പഞ്ചാരമണൽ കാണപ്പെടുന്നത്. ചില്ലുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പഞ്ചാരമണൽ കാണപ്പെടുന്നത് ചേർത്തലയിലാണ്. കരിമണൽ നിക്ഷേപം ധാരാളമായിട്ടുള്ളത് കാർത്തികപ്പള്ളി, തൃക്കുന്നപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി, തൃക്കുന്നപ്പുഴ എന്നീ സ്ഥലങ്ങളിലാണ് കരിമണൽ നിക്ഷേപം ധാരാളമായി കാണപ്പെടുന്നത്. ഇരുമ്പയിര് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ കാണപ്പെടുന്നു. ബോക്സൈറ്റ് കുമ്പള, നീലേശ്വരം, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലും. ചുണ്ണാമ്പ് കല്ല് വാളയാർ. പാലക്കാട് ജില്ലയിലെ വാളയാറാണ് ചുണ്ണാമ്പ് കല്ല് കൂടുതലായി കാണപ്പെടുന്നത്. കളിമണ്ണ് നിക്ഷേപം ധാരാളമായുള്ളത് കുണ്ടറ, കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ്. സിലിക്ക കാണപ്പെടുന്നത് ചേർത്തല. സ്വർണ്ണ നിക്ഷേപമുള്ളത് മേപ്പാടി, വൈത്തിരി, മാനന്തവാടി, നിലമ്പൂർ എന്നിവിടങ്ങളിലാണ്.
രത്നക്കല്ലുകൾ കാണപ്പെടുന്നത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ കിഴക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം നിക്ഷേപമുള്ള സ്ഥലമാണ് ചവറ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം നിക്ഷേപമുള്ള സ്ഥലമാണ് ചവറ. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ചവറയിലാണ്. ഇന്ത്യൻ റെയർ എർത്ത് ഫാക്ടറി ചവറയിലാണ്. കേരള സിറാമിക്സ് കുണ്ടറ. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.